IKEA. Let us start, Maggie. Let us start, Maggie. ആ ലൈറ്റ് സൂപ്പർ അല്ലേ? നല്ല രസമുണ്ട് ആ ലൈറ്റ്. എസ്പെഷ്യലി ഒരു കാറ്റൊക്കെ അടിക്കുന്ന സ്ഥലമാകുമ്പോൾ കാറ്റിലിങ്ങനെ ഇങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കര കണ്ടോ ഒന്നുമില്ല. IKEA is manufactured goods. So പേപ്പർ, കാർഡ്ബോർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇവർ ഉണ്ടാക്കുന്നത്. പ്ലൈവുഡ് ഒന്നും ശരിക്കുള്ള നമുക്കിത് എന്തായാലും ഇപ്പൊ ഔട്ട്ഡോറിലൊന്നും ഇടാൻ പറ്റിയ സംഭവമല്ല. കാരണം അത് കാറ്റടിച്ച് ഒടിഞ്ഞു പറഞ്ഞു പോകത്തേ ഉള്ളൂ. ജിപ്സൺ ബോർഡ് അല്ലേ? ജിപ്സൺ ബോർഡ് എന്നൊക്കെ പറയുന്നത്. മറ്റേ കംപ്രസ്ഡ് വുഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വൽ റിയൽ വുഡ്. അപ്പം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കുറച്ച് വെക്കുക, ഒരു തീമിനായിട്ട് ഐറ്റംസ് കൊണ്ടുപോകും. എനിക്ക് വിശക്കുന്നു, ഞാൻ 2 ചിപ്സ് എടുത്തോട്ടെ. ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി പറയാം. പക്ഷെ പാത്രം കണ്ടോ, നല്ല രസമുള്ള, നല്ല രസമുള്ള പാത്രം, സ്നാക്സ് ഒക്കെ വെക്കാൻ പറ്റിയ പാത്രം. അതൊരു കാണിച്ചേക്കാണ്. എനിക്ക് ലൈറ്റ് ഇഷ്ടപ്പെട്ടു, എന്നാലും അടിപൊളി. സ്റ്റോറേജ് സിസ്റ്റം ഒരു ടിവിയുടെ സെറ്റപ്പ് ആണ്. അത് വാൾ മൗണ്ടഡ് ക്യാബിനറ്റ് റൈറ്റ്, അങ്ങനെ അതിന്റെ മേളിൽ TV. എനിക്കൊന്ന് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജിനുള്ള ഡോറിനുള്ള ഐറ്റംസ്, ഗ്ലോസി ഫിനിഷ് അങ്ങനെയൊക്കെയുള്ള വുഡ് ഫിനിഷ്, അത് ചെയ്യാം. വുഡ് ഫിനിഷിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സെക്ഷൻ വരുമ്പം ഇവിടെ ഡിഫറെന്റ് കിച്ചൺ സെറ്റപ്പുകളാണ്. അതെ, ഇവിടെ ഇപ്പോൾ ഒരെണ്ണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു തീമുണ്ട്. ഓ, മീനല്ല, ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ആ ഓക്കെ, കുക്ക് ചെയ്യാൻ റെഡി ആയിട്ട് വെച്ചേക്കാം. കിച്ചൺ പ്ലസ് ലിവിംഗ് റൂം, ആ ഒരു സെറ്റപ്പിന് വേണ്ടി. അതെ ഒരു ഹാഫ് വാൾ ഒക്കെ. ശരിക്കും അത് മെയിനായിട്ട് ഈ സെക്ഷൻ കിച്ചൺ വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഓ, ഇതുകൊണ്ട് ഒത്തിരി ക്യാബിനറ്റ്സ് ഉണ്ട്, ഒത്തിരി ഇതുണ്ട് സാധനങ്ങൾ വെക്കാൻ സൗകര്യം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ വേണ്ട ഏറ്റവും വലിയ സംഭവമാണ് സ്റ്റോറേജ്. ഇവിടെ ആൾക്കാർക്ക് ഏറ്റവും കുറവ് വേണ്ടത് എനിക്ക് തോന്നുന്നു അല്ലേ? ഇവിടെ അധികം പേര് അങ്ങനെ ഇത്രയും സെറ്റപ്പ് ചെയ്തില്ല. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ടൈപ്പിലുള്ള ആൾക്കാർക്കുള്ള സെറ്റപ്പിന് ഇവിടെ റെഡിയാണ്. നമ്മളിപ്പോൾ സ്റ്റോറേജ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കിച്ചൺ റീമോഡൽ ചെയ്യുകയാണ്, ഇതുപോലെ നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജ്. ആക്ച്വലി എനിക്ക് കിച്ചൺ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഒത്തിരി ക്യാബിനറ്റ്സ് ഉണ്ട്. ഇവിടെ തന്നെ കണ്ടോ, ആ പിടി കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം എണ്ണം ഉണ്ടെന്ന്. ഒത്തിരി കണ്ടോ, എല്ലായിടത്തും ഇത് വെച്ചേക്കുക. ഈ ഒരു സെറ്റപ്പ് ഇഷ്ടം പോലെ ഡ്രോയേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത കിച്ചണിലോട്ട് പോവാം. ഇതൊരു യൂഷ്വലി നമ്മൾ ഇവിടെ കണ്ടുവരുന്ന ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഇത്ര ഒരു ക്യാബിനറ്റും ഇത്ര മാത്രമൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. പക്ഷേ ക്യാബിനറ്റ്സ് വളരെ മോഡേൺ ലുക്കിംഗ് ക്യാബിനറ്റ്സ് ആണ്. വിത്ത് ഹാൻഡിൽലെസ് ക്യാബിനറ്റ് ആണ്. എന്താ പറയാ, ലൈറ്റിംഗ് കണ്ടില്ലേ? അതെ, ഓരോ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് അവര്. ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആണ്. ഇത് നമ്മുടെ വാഷർ, ഡ്രയർ. ആ വാഷറിനകത്തൊക്കെ തുണി വെച്ചിട്ടുണ്ട്. അതാ രസം. അവരത് മാക്സിമം അത് റിയലിസ്റ്റിക് ആക്കുക. നിങ്ങളെ ഒരു വീട് കാണാൻ പോകുന്നത് നമ്മൾ അത് കണ്ടത് മേടിക്കണം. അതാണ് അവരുടെ ആ ഒരു ട്രിക്ക്. അതെ, അപ്പം നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ വാഷറൊക്കെ ഇതുപോലെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത്. അവർക്ക് ഇവിടെ അത് തന്നെ കാണിക്കണം. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്.
നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് അവർ വെച്ചേക്കുന്നത്. കൗണ്ടർ ടോപ്പിന് വേണ്ടിയുള്ള ഡിഫറെൻറ്റ് ടാൽസ് ആണ് അവർ കാണിച്ചേക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവർ ഡിഫറെൻറ്റ് ഡിസൈൻസ് ആൻഡ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്യാബിനറ്റ്സ് അതിൻ്റെ ഓപ്ഷൻസ് ആണ് ഈ കാണിക്കുന്നത്. വിൻഡോസ് ഓരോന്നിന് അത് തന്നെ തീമായിട്ടുള്ള ചേരുന്ന നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ കുഞ്ഞു ഡോറ് വിൻഡോയെ എല്ലാം അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുക്കിംഗ് റേഞ്ച് അല്ലേ, കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന ഇതുണ്ട്. അല്ല കുക്കിംഗ് റേഞ്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഡിഫറെന്റ് ഐഡിയാസ് അവർ പറയുകയാണ്. ഇത് പിന്നല്ല വാൾ മൗണ്ടഡ് ആയിട്ടുള്ള മൈക്രോവേവ്സ് അല്ലെങ്കിൽ ഓവൻസ്. അല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് അല്ലാതുള്ള മൈക്രോവേവ്സ് വേണ്ടെങ്കിൽ അതും ഇവിടെ ഉണ്ട്. അത് പിന്നെ എക്സോസ്റ്റ് അല്ലേ, ഹുഡ് ഉണ്ട്, റേഞ്ച് ഹുഡ് ഉണ്ട്. ഫ്രിഡ്ജ് ഏത് സ്റ്റൈൽ വേണം. ഒരു ബ്ലാക്ക് കളറാണോ അതോ ഗ്ലാസ്? അതെ, ഡിഫറെന്റ് കളർ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ? അപ്പോൾ എല്ലാത്തിനും ഓപ്ഷൻസ് ആയിട്ട് അവർ തരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഡിഫറെന്റ് അല്ലേ ഫ്രിഡ്ജുകൾ, റെഫ്രിജറേറ്റേഴ്സ് എല്ലാം അത് നിങ്ങളുടെ സൈസിനനുസരിച്ചുള്ള കുഞ്ഞത് ടോൾ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് പക്ഷെ വീതിയില്ല. ഇത് ഷോർട്ട് വൺ പക്ഷെ നല്ല വീതിയാണ്. ചിന്നിനൊക്കെ പറ്റിയ ടൈപ്പ്. പക്ഷെ താഴെ അതിന്റെ ഫ്രീസർ. അതെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സിങ്ക് അതിന്റെ ടാപ്പ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിങ്ക്. ഇപ്പം നമുക്ക് ഇതാണ് റസിൻ അല്ലെങ്കിൽ ഒരു പോളിമർ ടൈപ്പ്. അതെ, നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര കുഞ്ഞതാണ്. കാരണം നമ്മുടെ ഒരു പാത്രം ഇടുമ്പോൾ തന്നെ ഇതങ്ങ് നിറയും. പിന്നെ ഈ സ്നാക്കും ഒക്കെ വിൽക്കാനോ അല്ലേ? സ്നാക്കൊക്കെ വിൽക്കാനാണ്. ഇതൊക്കെ സ്വീഡിഷ് സ്നാക്കാണ്. പറയാൻ വന്നമായി. ഐക്കിയ ഒരു സ്വീഡിഷ് കമ്പനിയാണ്. സ്വീഡനിലാണ് ഇതിൻ്റെ തുടക്കം. അപ്പം ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബുക്സ് ആണെങ്കിൽ ഇപ്പോൾ ഇവർ വെച്ചേക്കുന്നത് സ്വീഡിഷ് ബുക്സാണ്. അപ്പം എല്ലാം എഴുതിയിരിക്കുന്നതും ഇതിൻ്റെ ഓരോ പേരുകളാണെങ്കിൽ ഇപ്പോൾ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് സ്വീഡിഷിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതൊക്കെ സ്വീഡിഷ് സ്നാക്സ് ആണ്. ഇതെന്താ ഇതിൻ്റെ പേര്? ജിഞ്ചർ തെൻസ് കുക്കീസ് വിത്ത് ആൽമണ്ട്. അതാ നല്ലത്. നല്ല തീരുമാനം. ഇത് വരുമ്പോഴത്തേക്ക് ഡിഫറെന്റ് ഡൈനിങ് ടേബിൾ സെറ്റപ്സ് അല്ലേ? ഇത് ഡൈനിങ് ഏരിയയിലോട്ട് നമ്മൾ അടുക്കുകയാണ്. അതെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം കളർ തീമായിട്ടുള്ള അക്രിലിക് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ചെയർ വേണമെന്നുണ്ടെങ്കിൽ എന്നാൽ ക്യാൻഡിലൊക്കെ കത്തിച്ച് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് റെഡിയാണോ? ഞാനോ? ആദ്യം കത്തിക്ക് എന്നിട്ട് വരാം. കത്തിക്കാൻ തീപ്പെട്ടിയില്ല, അപ്പൊ അതുകൊണ്ട് ക്യാൻസൽഡ്. അത് പിള്ളേരുടെ കേട്ടോ, അത് പിള്ളേരുടെ സെറ്റപ്പ്. അതെ കുഞ്ഞുങ്ങളെ ഇരുത്തിയല്ലേ. ഈ വെച്ചേക്കുന്ന സാധനമാണ് ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത്. കൊച്ചു പിള്ളേർക്കുള്ള കുഞ്ഞു തംബ്ലയറൊക്കെ, എന്റെ കുഞ്ഞു കപ്പ്, ഈ കുറുക്കൊക്കെ കൊടുക്കുന്ന പാത്രങ്ങള്. പക്ഷെ അതെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അല്ല, അത് മേടിച്ച് അതിന് മാച്ചിങ് ആയിട്ടുള്ള കപ്പുകളുണ്ട്. അത് 3-4 പിള്ളേർ വേണം. അതാ രസമാ. ശ്രമിക്കാം. വേറൊരു സെറ്റപ്പായത്. ആ കിച്ചൺ കണ്ടോ? കിച്ചൺ സെറ്റപ്പ് കണ്ടോ? ഇതും വ്ളോഗറാണ്. ഈ പുള്ളിക്കാരിയുടെ വീടാണിത്. പുള്ളിക്കാരിയുടെ വീടാണ്. അതെ, റിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലേ? റിംഗ് ലൈറ്റ് വ്ളോഗറാണ്. ഇത് തൂക്കിയിട്ടേക്കുന്നുണ്ടോ? വെളുത്തുള്ളി. അതെന്തുവാന്ന് ഇവിടെ അറിയത്തില്ല. വെളുത്തുള്ളിയാണെന്നറിയാം. ഓണിയൻ അല്ല, സോറി, ഗാർലിക്. ഇപ്പൊ മനസ്സിലായല്ലേ? ഗാർലിക്. സോ ഇതൊരു ഡൈനിങ് സൊല്യൂഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടേബിൾ നമുക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വന്നിട്ട് ഇത് വലിച്ച്
വെച്ച് കഴിഞ്ഞ് ഒരു സ്റ്റഡി ടേബിളായി മാറി. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ സ്പേസ് വേണ്ടിയിട്ട് അപ്പോൾ ടേബിൾ അവിടെ സെറ്റപ്പാണ്. ടേബിൾ മറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കാണാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പാണ് ഇവിടെ. ഓക്കെ, റൂമിലോട്ട് പോയാലോ. ഒരു 1 ബെഡ്റൂം റൂമാണ്. അപ്പം അതുകൊണ്ട് ബെഡ്റൂമിൻ്റെ കംഫി ബെഡ്, അതിൻ്റെ നൈറ്റ് സ്റ്റാൻഡ്, അതിൻ്റെ ലൈറ്റൊക്കെ കണ്ടില്ലേ, നല്ല ലാൻറ്റേൺ ടൈപ്പ് ലൈറ്റ്, വയർലെസ് ചാർജർ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ബാത്റൂം അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ ബാത്റൂമായിട്ട് വരും. ശരിപ്പൊക്കെ ഊരിയിട്ടുണ്ട് കേട്ടോ. ഷവർ സ്ലിപ്പേഴ്സൊക്കെ ഉണ്ട്. ഷവർ സ്ലിപ്പർ അരി കാണണ്ട. പ്രൈവസി മുഖ്യം പിക്കില്ലേ? അതെ, അപ്പോൾ പ്രൈവസി മുഖ്യം പിക്കില്ലേ. ഒന്ന് കുളിച്ചിട്ട് വാ. ഇത് നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാളും കുറച്ച് വെറൈറ്റി സംഭവമാണ്. ഒരു പിള്ളേരുടെ ഒരു ചിൽഡ്രൻസ് ക്യൂറേറ്റഡ് കൺസൈൻമെന്റ്. എനിക്ക് ശ്രദ്ധിച്ചു വായിച്ചു നോക്കണം. എനിക്ക് ആദ്യത്തെ ആ വ്ളോഗോടെ മതിയായി. റെസ്റ്റോറന്റ് പബ്ലിക് കാണിച്ചു കേട്ടോ. ഇവിടെ നിന്ന് കാണിച്ചേക്കാം റെസ്റ്റോറന്റ് ആൻഡ് സ്പാ. റെസ്റ്റോറന്റ് ആൻഡ് സ്പാ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിള്ളേരുടെ എല്ലാ തുണികള് ചോയ്സ് എല്ലാം നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം വിൽക്കാനാന്ന് തോന്നുന്നല്ലേ? അല്ലേ? ആണോ? അത് ഇല്ല, ഐക്യ ഫോർ ബിസിനസ് എനിക്ക് തോന്നുന്നില്ല ഇത്. This prop is for your inspiration, not for sale. ഇൻസ്പിറേഷൻ. അതാ എല്ലാം വരുന്ന ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. Look at that baby there. ഉറക്കം വരുന്ന ബേബി. അതെ, പാവകളെ ചോയ്സ് എല്ലാം ഉണ്ട്. ഇത് കിഡ്സിന്റെ ഏരിയ അല്ലേ? ഇത് കണ്ടോ, ഒരു നമ്മളൊരു കഫേ സെറ്റപ്പ്. ഓക്കേ, look at that. ഇതൊക്കെ കണ്ടോ? അയ്യോ, അത് കൊള്ളാം. ആലിവേ പോലെ ഒരു ഇരുന്ന് നോക്കി. ഇരിക്കോ ഒന്നിരിക്കോ. കൊള്ളാല്ലേ? കംഫി അല്ല, ഓഫ് കോഴ്സ് കംഫി. നമുക്ക് ജസ്റ്റ് ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആ ഒരു ഗ്രീൻ അല്ലേ, ഒരു ഡാർക്ക് ഗ്രീൻ തീമാണ് ഇവിടെ എല്ലാം വെച്ചേക്കുന്നത്. ലെറ്റ് മീ ഗെറ്റ് സം മഫിൻ. ആക്ച്വലി നമ്മൾ കഫേയിൽ വന്നിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യണമല്ലോ. മാഡം, ക്യാൻ ഐ ഗെറ്റ് എ മീഡിയം കോഫി പ്ലീസ്? മീഡിയം കോഫി. മീഡിയം കോഫി. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആലിവേ, അതോടൊപ്പം തന്നെ ഒരു ഹൈ ചെയർ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള. അപ്പോൾ ഇത് 2-3 പേർക്കുള്ളതാണോ അതോ ഇത് ജസ്റ്റ് കഫേ സെറ്റപ്പിന് വേണ്ടിയിട്ട്? വീടല്ല, ഇത് കഫേ സെറ്റപ്പാ. അതെ, 2 മണി 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് ചായ കുടിച്ചാൽ മതി അല്ലേ? അപ്പം ഇപ്പോൾ ഏർലിയാ, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞങ്ങൾ ഈ ക്ലോക്ക് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലോക്കിലും വേറെ വേറെ സമയമാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവിടെ എത്തിയെന്നാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, എടാ, വർക്ക് ഫ്രം ഹോം ഗൈസ്. നിങ്ങളുടെ വർക്ക് ഫ്രം ഹോം സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പോൾ 2-3 പേരുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഹസ്ബൻഡും വൈഫും വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അവർക്കുള്ള സെറ്റപ്പാണിത്. ലോങ് ടൈം നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാലിന് എക്സസൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാം. അല്ല, നമുക്ക് പെട്ടെന്ന് ഇത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇരിക്കുക. ഞാനത് പറയാൻ, ഇതൊരു പ്രയോജനമുള്ള ഡെസ്ക് ലൈക്ക് ദിസ്. കാരണം ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്റ്റുഡിയോ സെറ്റപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ എഡിറ്റിംഗ് സെറ്റപ്പ് ഭയങ്കര മോശമാണ്. വലിയ നമുക്ക് ഇരുന്ന് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമില്ല. ഇങ്ങനൊരു ഡെസ്ക് ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ചെയ്യാൻ. സോ മാത്രമല്ല, ഇപ്പം ഇരുന്നല്ല നിന്നും ചെയ്യാൻ, മനസ്സിലായില്ലേ?
നമ്മളിപ്പം വർക്ക് ഫ്രം ഹോമിനെ പറ്റി പറഞ്ഞു. വർക്ക് ഫ്രം ഹോമിന് വേണമെങ്കിൽ അതിൻ്റെ മെയിൻ വേണ്ട കാര്യം എന്ന് പറയുന്നത് ചെയറാണ്. നല്ലൊരു ചെയർ. അതെ, ബാക്ക് സപ്പോർട്ടൊക്കെ ഉള്ള ബാക്ക് സപ്പോർട്ട് മേക്ക് ഷുവർ ചെയ്യിക്കണം. നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് നമ്മുടെ എല്ലാ ബോഡിയിലും നമുക്ക് പെയിൻ ഇല്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ചെയറുമാണ്. അപ്പോൾ നല്ല ചെയർസ് നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ, ഓഫീസിലേക്ക് ഒരു ചെയർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ബാക്ക് സപ്പോർട്ടുള്ള, ലംബാർ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ഉള്ള ചെയറാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് നല്ലൊരു അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. നോക്കിക്കേ, ഒരു നല്ല വീതിയുള്ളൊരു റൂമും ബെഡ്, നമുക്ക് ഒരുങ്ങാനുള്ളത്. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ഒന്നും ഇത്ര വലിയ ഇത് വരത്തില്ല, വലിയ റൂമൊന്നും വരില്ല. ഇത് ജസ്റ്റ് റൂം മാത്രമാണ്. ഇതിപ്പം സിബ്ലിങ്സിനൊക്കെ വേണമെങ്കിൽ അല്ലേ, പിന്നെയും ബെഡ്റൂമിലോട്ട് വന്നത്. ഇതിപ്പോൾ സിബ്ലിങ്സിനാണെങ്കിൽ അതേപോലെ 2 സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് വേറൊരു സെറ്റപ്പ്. എല്ലാം എനിക്കൊന്നും മെയിനായിട്ട് പിടിച്ചേക്കുന്നതെല്ലാം ഒരു ഗ്രീൻ ബ്ലൂ അല്ലേ, ഒരു നമ്മളെപ്പോഴും ആ ഷെയ്ഡാന്ന് തോന്നുന്നു. യുണീക് ഷെയ്ഡുകളാണ്. ഈ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് സെറ്റ്സ് ആണ് അല്ലേ. സെറ്റ് ഇല്ല, ബെഡാ മെയിനായിട്ട് അല്ലേ. അല്ല, ഇത് ആക്ച്വലി വിത്ത് ഫ്രെയിമും എല്ലാം കൂടെ ചേർത്തിട്ട്. ഓക്കെ, ഫ്രെയിം. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിന്റെ വഴിയുടെ ആരോ ഇതേ നമ്മൾ ഓർക്കും വരച്ചു വെച്ചേക്കുവാന്ന്. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി ലൈറ്റ്. ഇറ്റ്സ് ആക്ച്വലി ലൈറ്റ്. മേളിൽ നിന്ന് വരുന്ന ലൈറ്റ്. ഇറ്റ്സ് ലൈറ്റ്. കൊള്ളല്ലേ? ഈ ബെഡ് കണ്ടോ? ഇത് നമ്മൾ തോന്നും ബെഡല്ല, സോഫയാ. പക്ഷെ അല്ല, ഇതൊരു ബെഡാണ്. Look how they did it. ചെസ്റ്റ് ഡ്രോയർ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ. വിത്ത് സ്റ്റോറേജ് കേട്ടോ. സ്റ്റോറേജും കൂടെ കിട്ടുന്ന പോലെ. അത് 499, 799 അതിന്റെ സംഭവങ്ങളും കൂടെ ഉണ്ട് അകത്ത് വെക്കുന്നത്. ഡിവൈഡേഴ്സ്. ഇത് ഡ്രസ്സർ ആണെങ്കിൽ അതിൻ്റെ മറ്റേ ഡ്രോയർ ഇവിടെ ഉണ്ട്, അതിൻ്റെ തന്നെ സെറ്റ് ഇവിടെ ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് വൈറ്റാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വൈറ്റിൻ്റെ ഒരു സെക്ഷൻ അവിടെ ഉണ്ട്. വുഡിൻ്റെ സെക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അല്ല, നിങ്ങൾ ബ്ലാക്കിൻ്റെ ആളാണെങ്കിൽ അതിൻ്റെ സെക്ഷൻസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിയൽ വുഡിനെക്കാട്ടി അവർ യൂഷ്വലി യൂസ് ചെയ്യുന്നത് കോസ്റ്റ് കട്ടിംഗ് ആണ് അവർ മെയിനായിട്ട് അവർ ചെയ്തേക്കുന്നത്. പക്ഷേ കോസ്റ്റ് കട്ടിങ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. സോ വുഡ് ഇപ്പം കംപ്രസ്ഡ് വുഡായിരിക്കാം, ശരിക്കുള്ള ആക്ച്വൽ വുഡായിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ, ചിലപ്പം വൈനൽ ഫിനിഷ് ആയിരിക്കും, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ വരും. മിറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ആ ഒരു തീമിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ IKEA യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സെറ്റപ്പാണിത്. നല്ല രസമുണ്ട്, നല്ലൊരു പ്ലസന്റ് അല്ലേ, ഒരു പ്ലസന്റ് വന്ന് കിടന്നുറങ്ങാനായിട്ട് തോന്നിപ്പോകുന്നു. വൈറ്റ് തീം വിത്ത് ഗ്രീൻ ലൈറ്റ് ഒക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ നോക്കിക്കേ. പക്ഷെ ബെഡിന്റെ മേളിൽ ഇങ്ങനെ ലൈറ്റ് വരുന്ന നല്ല ഭംഗിയാണ് എപ്പോഴും. ഓൾവേസ് ഒരു രസമുണ്ട് അത് കാണാൻ. വെളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബട്ടൺസ് ഉണ്ട്, ഇവിടെ ഉണ്ട് ലാന്റേൺ സ്റ്റൈൽ ലൈറ്റ്. ഡിമ്മർ. ഓക്കെ, look at that. Nice. Look at that. ഇവിടെ ഇനി അടുത്ത സെറ്റപ്പാണ് വാർഡ്രോബ്സ് ആൻഡ് സ്റ്റോറേജ് സെക്ഷന്. ഇപ്പം ഐറ്റംസ് ഇപ്പോൾ വൈറ്റ് തീമാണ്, അല്ലെങ്കിൽ വുഡാണ് തീം, ബ്ലാക്ക്, അങ്ങനെ പല. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്ന വൈറ്റിലാന്ന് തോന്നുന്നു അല്ലേ. ഇതെല്ലായിടത്തും നോക്കിയാലും വൈറ്റ് ആണ് കൂടുതൽ കാണുന്നത്. സ്റ്റോറേജ് വരുമ്പോൾ അവർ വൈറ്റാണ് മെയിനായിട്ട് അവർ ചെയ്യുന്നത്. അത് ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഒരു ഫുൾ ഓൺ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏത് പെയിന്റിന്റെയും കൂടെ മാച്ചായി പോകുന്ന വൈറ്റ് ആണല്ലോ. അപ്പോൾ അതൊരു 1 ഡോർ ഉണ്ട്. അല്ല, നിങ്ങൾക്ക് മിറേഴ്സ് ആണ് കുറച്ചും കൂടെ ബെറ്റർ എന്നുണ്ടെങ്കിൽ മിറർ വെച്ചിട്ടുള്ള
അത് ഏറ്റവും ഇച്ചിരി കൂടെ ടോളായിട്ട് ഉള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വേണ്ടിയുള്ള ഡോറിൻ്റെ സെലക്ഷൻ ആണ് ഇതെല്ലാം. ഹിഞ്ച് ഡോർസ്. ഇപ്പം ഇങ്ങനൊരു അലമാര മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേണ്ട ഡോറിൻ്റെ ഇപ്പോൾ കണ്ണാടി മുഴുവൻ ഫുൾ കണ്ണാടി വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് തീം ഉണ്ട്, ഡിഫറെൻറ്റ് ഇങ്ങനെ സ്റ്റെയിൻഡ് ഗ്ലാസ് പോലുള്ള വെച്ചിട്ടുണ്ട്. ഗ്ലോസി ഫിനിഷ്. അതുകൊണ്ട് കൊച്ചു പിള്ളേരുടെ ഒരു സെറ്റപ്പ്. എനിക്ക് അങ്ങനത്തെ ലൈറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് വീട് മേടിച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ സെറ്റപ്പ് ചെയ്ത് തരണം. നമ്മൾ അടുത്ത ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓരോ ഐറ്റംസ് അല്ലേ, ഇൻഡിവിജ്വൽ ഐറ്റംസ് മേടിക്കാൻ. ഇപ്പോൾ കിച്ചണിലേക്കുള്ളതാണെങ്കിൽ ഇപ്പോൾ ഫുഡ് കണ്ടെയ്നേഴ്സ്, പാനുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ കിച്ചണിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ലൂസായിട്ട് കിട്ടുന്ന അല്ലേ, അങ്ങനെ കിട്ടുന്ന ഒരു സെക്ഷൻ സെറ്റായിട്ടൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിലൊക്കെ പോകുന്ന പോലെ. അതെ, അപ്പോൾ നമ്മൾ കിച്ചൺ മണ്ടയ്ക്ക് കണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ ബെഡ്റൂമൊക്കെ കണ്ടുവച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം. ഇവിടെ ആർട്ടിഫിഷ്യൽ മാത്രമല്ല, റിയൽ ആയിട്ടുള്ള അല്ലേ, ബാംബൂസ്, കാക്ടസ്. കാക്ടസിന്റെ കളർ യെല്ലോ ആൻഡ് റെഡ്. അതുകൊണ്ട് ഇവിടെ ഒരാൾ അതിങ്ങനെ മണ്ണൊക്കെ ഇട്ട് അത് അല്ലേ ചെയ്യുന്നുണ്ട്. എല്ലാരും ഇങ്ങോട്ട് വന്നു. ഈ സംഭവം കണ്ടോ? ഈ സംഭവം നമ്മുടെ നാട്ടില് ആറ്റിന്റെ കരയിൽ നിൽക്കുന്ന സാധനമാണ്. ഈ സാധനമാണ് ഇവിടെ പോട്ടിലെടുത്ത് വന്നിട്ട് വെച്ചേക്കുന്നത്. ഇതതിന്റെ വെയർ ഹൗസ് അല്ലേ? അതെ, ഇത് നമ്മളിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഷോറൂം എല്ലാം കഴിഞ്ഞ് നമ്മൾ വെയർ ഹൗസിലോട്ട് വന്നു. വെയർ ഹൗസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോന്നിൻ്റെയും നമ്പർ നമ്മൾ ഇട്ടിട്ടുള്ളതാണോ, 8645 അങ്ങനെ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ നോക്കിയാണ് നമ്മളിവിടെ വരുന്നത്. ഇത് വൈറ്റിൻ്റെ വേറൊരു നമ്പർ, അത് സൈസ് മാറി 104,099. ഈ നമ്പർ എഴുതിക്കൊണ്ടാണ് നമ്മൾ വരുന്നത്. അത് അതിൻ്റെ ബോക്സസ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. സോ അവർ ഇവിടെ അടിച്ച് നോക്കിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് റിസർച്ച് പ്രോഡക്ട്സ് അടിച്ചിട്ട് അപ്പം ഏതാ അടിച്ച് നോക്കിയിട്ട് കറക്റ്റ് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, നമ്മളപ്പോ ഐക്യെന്നൊക്കെ കഴിഞ്ഞ്, സോറി ഞാൻ ക്യാമറമാൻ ആയിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോയിലധികം പ്രത്യക്ഷപ്പെടാൻ പറ്റിയില്ല. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നേരത്തെ ഇറങ്ങാൻ പറ്റി. കാരണം ഞങ്ങൾക്ക് മാക്സിമം കണ്ടന്റൂടെ കവർ ചെയ്യേണ്ടിരുന്നത് കൊണ്ട് ഞങ്ങള് പെട്ടെന്ന് ഓടിയാ പോയത്. ഞങ്ങള് നിന്ന് നോക്കിയില്ല, പെട്ടെന്ന് നിങ്ങളെ എല്ലാരെയും കാണിക്കാൻ വേണ്ടിട്ടുള്ള ഒരു രീതി. എനിക്കും കാണണമായിരുന്നു. സോ അതാണ് ചോദിക്കാൻ വന്നത്. അമ്മുവേ, എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ്? നല്ലതായിരുന്നു. എന്റെ ഫസ്റ്റ് ടൈം ആണ് ഐക്യ. ഞാൻ ഐക്യ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴും സ്കൂളിലായിരുന്നപ്പോഴും ഒക്കെ പിള്ളേരൊക്കെ പറഞ്ഞ് ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് ഇവിടെ വരാനൊരു ചാൻസ് കിട്ടിയത്. നല്ല, ഞാൻ പറയാം, നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഞാനിപ്പോ പറയാം, ഒരു ഫർണിച്ചർ എടുക്കാനാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ക്യാച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടിയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു കട്ടിൽ സെറ്റ്, ഒരു ബെഡ് സെറ്റ് എടുക്കാൻ വരുവാ, അതിനിപ്പോ എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും തോന്നിയില്ല. ഈ നമ്മുടെ ഹെഡ്സെറ്റ് അല്ലല്ലോ എന്തിനു പറയുന്നത്, നമ്മുടെ ഹെഡ് ബോർഡ് ആണെങ്കിലും ഫുട് ബോർഡ് ആണെങ്കിലും ഒന്നും നല്ല ഡിസൈൻ ഉള്ളതോ അല്ലെങ്കിൽ കൊത്തുവർക്ക് ഉള്ളതോ തടിയുടെ ഉള്ളതോ നമുക്ക് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇത് കുറച്ചുകൂടി എനിക്ക് തോന്നി പിള്ളേർക്ക് അല്ലെങ്കിൽ ടീനേജേഴ്സ് അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ഒരു മോഡേൺ ഹൗസിങ്ങിന് വേണ്ടിയുള്ള ടൈപ്പാണെന്ന് എനിക്ക് തോന്നും. എല്ലാം ഭയങ്കര പ്ലെയിൻ ആണ്.
ഇപ്പൊ നമ്മളിപ്പം ഇപ്പം ക്യാബിനറ്റ്സ് ആണെങ്കിലും അതല്ല നമ്മുടെ ഈ ഡ്രോയേഴ്സ് ആണെങ്കിലും ബെഡ് സെറ്റിന്റെ ഡ്രോയേഴ്സ് ആണെങ്കിലും ഡ്രസ്സേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് കൂടുതലും ഇപ്പൊ വൈറ്റിന്റെ വെറൈറ്റീസ് ആണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഇപ്പം തടിയുടെ പല വെറൈറ്റികൾ എനിക്കങ്ങോട്ട് കണ്ടതിൽ എനിക്കങ്ങോട്ട് അത്രയ്ക്കങ്ങോട്ട് ബോധിച്ചില്ല. പക്ഷെ എനിക്കറിയത്തില്ല ഇനി ഇതിപ്പോ കൊച്ചൈക്യ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. അതുകൊണ്ട് കാരണം കുറച്ചുകൂടി വലിയ ഐക്യയില് ഇതിനെക്കാട്ടി കൂടുതൽ സെലക്ഷൻസ് ഉണ്ട്. അത് ബെഡിങ് ഐറ്റംസ് തന്നെ ഒരുപാട് നമുക്ക് ഇരുന്ന് അല്ലെങ്കിൽ നമുക്ക് കിടന്ന് തന്നെ നോക്കാൻ പറ്റുന്ന ഉള്ള രീതിയിലുള്ള സെലക്ഷൻസ് ആ സമയത്തുണ്ട്. ഇപ്പം ഹോം ഓഫീസിന്റെ കാര്യമാണെങ്കിൽ അതിനുള്ള എല്ലാ സീറ്റ്സിലും നമുക്ക് ഇരുന്ന് നോക്കി അങ്ങനെ ചെയ്യാനുള്ള. അപ്പം ഇതൊരു ചെറിയ ഐക്യ. ആക്ച്വലി ഐക്യ ഇവിടെ മൾട്ടിപ്പിൾ ഐക്യതുണ്ട് ഒരു സിറ്റി തന്നെ. ഇത് ഫിലഡൽഫിയയിലെ കുഞ്ഞ് ഐക്യ, നമ്മുടെ സെൻട്രൽ സിറ്റിയിലുള്ള തന്നെ ഒരു ചെറിയ ഐക്യാണ്. ഇനി കുറച്ചും കൂടെ ഒരു റൂറൽ സബർബൻ ഏരിയയിലായിട്ട് ഒരു ഐക്യുണ്ട്. അത് കുറച്ചും കൂടെ വലിയ ഐക്യാണ്. അവിടെ ശരിക്കും നല്ല ഐറ്റംസും കൂടെ ഉണ്ടാവും. പിന്നെ ഞാൻ പറയാം, ഇപ്പൊ നമ്മളൊരു റൂം ഒക്കെ സെറ്റപ്പ് എനിക്കറിയത്തില്ല, ചിലപ്പം ഇത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ പേര് കാണും കേട്ടോ. കാരണം ആൾക്കാർ ഒരുപാട് പേര് മേടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ എന്നാല് ഞാനിപ്പോ ഒരു റൂം സെറ്റപ്പ് ചെയ്തിട്ട് അതിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ഡൈനിങ് ഹാൾ സെറ്റപ്പ് ചെയ്തിട്ട് അതിലേക്കുള്ള ലൈറ്റിങ് അല്ലെങ്കിൽ അവിടത്തേക്കുള്ള ഡെക്കോർ അല്ലെങ്കിൽ ആക്സസറീസ് അങ്ങനെ നോക്കാനാണെങ്കിൽ നല്ല സെലക്ഷൻസ് ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എനിക്കൊന്ന് മെയിൻ ഫർണിച്ചർ ഒക്കെ ഇപ്പൊ നമ്മൾ വേറൊരിടത്തുനിന്ന് എടുത്തിട്ട് അല്ലാതുള്ള നമ്മുടെ ഇപ്പൊ വാൾ സെറ്റപ്പ് അല്ലെങ്കിൽ സീലിംഗിലേക്കുള്ള പരിപാടികള് അല്ലെങ്കിൽ ടേബിളിലേക്കുള്ള പരിപാടികൾ അങ്ങനൊക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇഷ്ടം പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അഫോർഡബിൾ കൂടിയാണ്. കാരണം ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അഫോർഡബിൾ ആണ്. ഇപ്പൊ നമ്മൾ വേറൊരു സ്റ്റോറിൽ പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ സെറ്റ് ഒക്കെ മേടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല എമൗണ്ട് വരും. ഇവിടെ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആയതുകൊണ്ടും അതൊരു മാനുഫാക്ചർഡ് ഐറ്റം ആയതുകൊണ്ടും വളരെ പ്രൊഡക്ഷൻ നല്ല സ്പീഡിൽ നടക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടും അത് വിറ്റ് പോകുന്നത് കൊണ്ട് ആ ഒരു പ്രൈസ് കുറച്ച് അവർക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പല ഫർണിച്ചർ സ്റ്റോറിലും പോകുമ്പോൾ നമ്മളിങ്ങനെ ബെഡ്റൂം സെറ്റപ്പ് അല്ലെങ്കിൽ ഡൈനിങ് ഹാൾ സെറ്റപ്പ് കിച്ചൺ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഡിഫറെന്റ് വെറൈറ്റീസ് ഇപ്പൊ അവർ ഒരുപാട് ഇപ്പം ബെഡ്റൂം തന്നെ ആണെങ്കിൽ ഒരു 10-30 ബെഡ്റൂം അവർ സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. അപ്പൊ നമുക്ക് ഒരു ഒത്തിരി ഐഡിയ കിട്ടും. ഞാൻ അത്രയും ഇത് കുഞ്ഞ് ഐക്യമായിട്ട് പോലും അത്രയും സെറ്റപ്പ് കാണുമ്പോഴത്തേക്ക് ഓക്കെ അത് കൊള്ളാം ഇത് കൊള്ളാം. നമുക്ക് അതും മാത്രമല്ല അതിന്റെ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പരിപാടി. ഇപ്പം നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു റൂമിൽ ചെരുപ്പ് കൊണ്ടിട്ടേക്കുന്നതാണെങ്കിലും തുണി കൊണ്ടുവന്നിട്ടേക്കുന്നതാണെങ്കിലും ജാക്കറ്റ് തൂക്കിയേക്കുന്നതാണെങ്കിലും അത് മാക്സിമം അവർ ആ ഒരു നമ്മള് എവറി ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ആ ഒരു ലുക്കിലാണ് അവരത് ചെയ്തേക്കുന്നത്. റെഗുലർ ഫർണിച്ചർ സ്റ്റോറിലോ അല്ലെങ്കിൽ അല്ലാതെ അവരിപ്പോ ഓക്കെ നിങ്ങൾ ഇത് മേടിക്കണം, ഞങ്ങൾ ഇത് ഏറ്റവും മാക്സിമം അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാം ആ ഒരു രീതിയല്ല. അവർ എവറി ഡേ നമ്മള് നോർമൽ ലൈഫിൽ എങ്ങനെ കാണുന്നു, നമ്മൾ എങ്ങനെയാണോ ജീവിക്കാൻ പോകുന്നത് ആ ഫർണിച്ചർ വെച്ച് അത് അവർ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ അല്ലാതെ ഇപ്പൊ ഒരു കടയിൽ കയറി നമ്മൾ ലൈറ്റും ഇതൊക്കെ ഇട്ട് ഇത് നമ്മൾ ഈ ഹോട്ടലിൽ കിടക്കുന്ന പോലെ കാണുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളി സംഭവം പറയും. പക്ഷെ അത് വീട്ടിൽ കൊണ്ടുവന്ന് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ യൂസ് ഇതല്ലല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്നൊരു ചിന്ത വരും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഏറ്റവും മാക്സിമം അവർ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും അത് യൂസ് ചെയ്യാൻ പോകുന്നത് ആ രീതിയിൽ തന്നെ അവർ നമുക്കത് പ്രസന്റ് ചെയ്ത് തരും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടത്തില്ല. കാരണം നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. അതാണ് എന്റെ ഒരു ഐക്യയുടെ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോ നമ്മൾ ഇനിയും നമ്മൾ ഐക്യ വിസിറ്റ് ചെയ്യും. പക്ഷെ വ്ളോഗ് ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ ഐക്യ ഇനിയും വരും പോകുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരും സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരും പറയാം, ഇനി ഐക്യയുടെ വ്ളോഗ് വേണോ, ഇനി വേറൊരു ഐക്യയിൽ നിങ്ങൾ പോകുമ്പോൾ ഇനി ഐക്യയുടെ വ്ളോഗ് വേണോ എന്ന് നിങ്ങൾ പറയുക. ഒരുപാട് വ്ളോഗേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് വേണോ എന്ന് ജസ്റ്റ് ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്തിട്ട് അത് വേണോ വേണ്ടയോ. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു, ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന ഒരു 80% ആൾക്കാർ നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. ബാക്കി 20% ഉള്ളൂ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നത്. അപ്പൊ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്കും കൂടെ ആ പണി തരൂ പ്ലീസ്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
ഡെഫിനറ്റ്ലി ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഷെയർ. ഇപ്പൊ ഐക്യ ഇതുവരെ ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വ്ളോഗിൽ മാത്രം കാണുന്നുള്ളൂ, ഇതും ഒരു വ്ളോഗാണ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് കൊടുക്കുക. ഐക്യ എന്താണെന്നുള്ളത് ബാംഗ്ലൂരിൽ ഒരെണ്ണം ഉണ്ട്, നമ്മുടെ നാട്ടിലോട്ടും കേരളത്തിലോട്ടും ഒരെണ്ണം വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പൊ അങ്ങനെ ഈ വ്ളോഗ് നമുക്ക് എൻഡ് ചെയ്യാണ്. അമ്മേ അപ്പൊ അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ.